ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീകാന്ത് സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുവാണ്. അതും വൈറലായി മാറുവാണേ. അപ്പോൾ നമ്മുടെ രേവതിയുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ രേവതിയുടെ അമ്മയെ സഹായിക്കുന്ന ചേച്ചിമാരൊക്കെ പറയും, ദേ നിൻ്റെ മരുമോൻ എന്തോ പറയുന്ന വീഡിയോ ഒക്കെ നെറ്റിൽ വീണ്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അമ്മയെ വീഡിയോ കാണിച്ചു കൊടുക്കുവേ. രേവതിയുടെ അമ്മയും നമ്മുടെ ദേവും ഒക്കെ ഈ വീഡിയോ കണ്ട് പൊട്ടിക്കരയുവാണ്. കാരണം സച്ചി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന വീഡിയോ സച്ചിയെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവർ പൊട്ടിക്കരയുവാണേ. ശരത്തും ഈ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ്. രവീന്ദ്രനെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയും, രവി നിൻ്റെ ഫോണിൽ ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് കണ്ടു നോക്ക് എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രനും ഈ വീഡിയോ കാണുവാണ്. നോക്കുമ്പോൾ സച്ചി നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന വീഡിയോ. രവീന്ദ്രൻ്റെ നെഞ്ച് പൊട്ടി തകരുവാണ്. കാരണം ഇത്രയും നാളെ താൻ തൻ്റെ മകനെ അവിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു നിമിഷം അവനെ തള്ളിപ്പറഞ്ഞ് അവനെ അത്രയും വേദനിപ്പിച്ചല്ലോ എന്നോർത്തിട്ട് അവനെ വിശ്വസിച്ചില്ലല്ലോ എന്നോർത്തിട്ട് രവീന്ദ്രൻ പൊട്ടിക്കരയുവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തും സച്ചിയും രേവതിയും കൂടി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുവാണ്. അവിടെ നിന്ന് കോള് വന്നിട്ടാണ് കേട്ടോ ഇവർ 3 പേരും കൂടി പോകുന്നത്. ഇവർ 3 പേരും സ്റ്റേഷനിലെത്തുമ്പോൾ തന്നെ അവിടുത്തെ പോലീസുകാരൊക്കെ വാ വാ വന്നിരിക്കുക എന്ന് വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തുവാണ് ഇവരെയൊക്കെ. എന്നിട്ട് ചായ കുടിക്കുന്നു, വട വേണോ എന്നൊക്കെ ചോദിച്ച് അവരെ നല്ലോണം സൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, സാർ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോള് വന്നായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് കേട്ടോ, നിൻ്റെ വീഡിയോ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ കണ്ടത്. രേവതി നീ എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ +2 വരെയാണെന്ന് പറയുന്നുണ്ട് രേവതി. അപ്പോൾ പറയും, പക്ഷേ നീ നല്ല ബുദ്ധിശാലിയായിട്ടുള്ള പെണ്ണാണ്, നല്ല ധൈര്യമുണ്ട്, അത് അഭിനന്ദിക്കാതെ വയ്യ. അല്ല ഒരു ബാറിലൊക്കെ നിനക്ക് പെണ്ണായിട്ട് ഒറ്റയ്ക്ക് കയറിപ്പോവാൻ പേടിയൊന്നും ഉണ്ടായില്ലെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. അപ്പോൾ പിന്നെ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്, എനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും അഭിമാനം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് നിറയുവാണേ. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, സച്ചി നീ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിനക്ക് നല്ല സ്നേഹമുള്ള ഭാര്യനെ തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്തോരം കേസ് വരുന്നുണ്ടെന്നറിയോ, ഭർത്താവ് ഒന്ന് ചെറുതായിട്ട് ചീത്ത പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ പരാതിയായിട്ട് ഭാര്യ വരും. ഇപ്പോൾ ഇവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തൻ്റെ അഭിമാനം എല്ലാം പോയി എന്ന് പറഞ്ഞ് നിന്നെ ഇട്ടേച്ചും പോയാനായിരുന്നു. ശരിക്കും നീ ഭാഗ്യം ചെയ്തവനാടാ സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശരിയാ സാർ, ഇവളില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ ഈ ലോകത്തിന് മുമ്പിൽ കുടിയനായിട്ട് അറിയപ്പെട്ടാനായിരുന്നു. എൻ്റെ കാറും എൻ്റെ ലൈസൻസും എല്ലാം കട്ട് ചെയ്ത് എൻ്റെ ജീവിതം തന്നെ പോയാനേ സാർ എന്നൊക്കെ സച്ചി പറയുവാണേ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ നിന്നോട് പറഞ്ഞതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ സച്ചി എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, സാർ ഒരു വീഡിയോ വന്നെങ്കിൽ തന്നെ നിങ്ങൾ സച്ചിയേട്ടനെ ഒന്ന് മര്യാദക്ക് ചെക്ക് ചെയ്യാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയും, ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, കമ്മീഷണർ മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ട്രാഫിക് പോലീസുമാരെ ഒന്നും ആലോചിക്കാതെ ആ വണ്ടി പിടിച്ചെടുത്തു, അവർ മര്യാദക്ക് ടെസ്റ്റ് ചെയ്തില്ല. ഇനി ഇതിൻ്റെ പുറകെ പോയി ഞങ്ങൾ പോലീസുകാർക്കൊരു നാണക്കേട് ഉണ്ടാക്കി വെക്കരുതെന്ന് സച്ചിയോട് അപേക്ഷിക്കുവാണേ. അപ്പോൾ സച്ചി പറയും, ഇല്ല സാർ, എനിക്ക് എൻ്റെ കാറ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അതിനെന്താ, അത് തരാം എന്നൊക്കെ പറയുവാണ് പോലീസുകാർ. എന്നിട്ട് അവർ ആൻ്റണിയെ പിടിച്ചോണ്ടും വരുവാണേ. എന്നിട്ട് ചോദിക്കും, ഇവനല്ലേ നിങ്ങളുടെ വീഡിയോ എടുത്തതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇവൻ തന്നെയാണ് സാർ, ഇവൻ ആൻ്റണിയാണ് സാർ എന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാർ ആൻ്റണിയെ നല്ലോണം ചീത്ത പറയുന്നുണ്ട്. ചെറിയ ചെറിയ കള്ളത്തരൊക്കെ കാണിച്ചു നടന്ന നീ എന്തിനാടാ ഇങ്ങനെ വീഡിയോ എടുത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയും, ഞാനൊന്നും ആരുടെയും വീഡിയോ എടുത്തിട്ടില്ല സാർ എന്ന് പറയുവേ. അപ്പോൾ തന്നെ പോലീസുകാരുടെ സ്വഭാവം മാറും. അതന്നെയാണ് ആ വീഡിയോയിൽ നിൻ്റെ ഫേസ് ക്ലിയർ ആയിട്ട് കാണാം, നീ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്, പിന്നെ എന്തിനാടാ ഈ കള്ളം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, അത് പിന്നെ ഇയാൾ മദ്യപിച്ചു എന്നോർത്തിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്, എല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ സാർ ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോഴേക്കും പോലീസുകാർ പറയും, പിന്നെ അമിത പലിശ ഈടാക്കി പൈസ കടം കൊടുക്കുന്നതല്ലേടാ നിൻ്റെ ജനങ്ങളുടെ നന്മ എന്നൊക്കെ പറഞ്ഞ് ആൻ്റണിയെ വീണ്ടും ചീത്ത പറയുകയാണ്. നീ എടുത്ത വീഡിയോ കാരണം ഞങ്ങൾ പോലീസുകാർക്കും കൂടിയാണ് ഇപ്പോൾ ചീത്തപ്പേരായിരിക്കുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയും, ഇവന് ഞങ്ങളുടെ മേത്ത് നേരത്തെ ദേഷ്യമുണ്ട് സാർ, സച്ചിയേട്ടനോടുള്ള പക തീർത്തതാണ് ഇവനെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, സാർ ഇവൻ ഇപ്പം തന്നെ പിടിച്ച് ജയിലിലിടണം സാർ, ഞങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ പറയും, ഇവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം നിങ്ങൾക്ക് മേടിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുവേ. സാർ ഇവൻ കള്ളപ്പലിശക്ക് കൊടുത്തുണ്ടാക്കുന്ന കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നല്ലോണം അധ്വാനിച്ച് ജീവിച്ചോളാം, ഇവൻ്റെ ഒരു പൈസ പോലും ഞങ്ങൾക്ക് വേണ്ട, ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം സാർ, ഇവനെ പോലെ ഫേക്ക് വീഡിയോ ഉണ്ടാക്കി നെറ്റിലിടുന്നവർക്ക് ഒരു പാഠമായിരിക്കണം ഇവൻ ഇപ്പം തന്നെ ജയിലിടണം എന്നൊക്കെ സച്ചിയൊക്കെ പറയുവാണ്. അപ്പോൾ തന്നെ പോലീസുകാർ പറയും, അന്ന് ഇപ്പം തന്നെ ഇവൻ്റെ പേരിൽ ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തോളാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചിക്കും രേവതിക്കും എല്ലാവർക്കും നല്ല സന്തോഷമാവേ. അവർ താങ്ക് യു ഒക്കെ പറഞ്ഞ് പോകാൻ പോകും.
എന്നിട്ട് കാറിൻ്റെ താക്കോലൊക്കെ കൊടുത്ത് പോലീസ് ഇവിടെ പറഞ്ഞു വിടുവാണേ. അപ്പോൾ രേവതി സച്ചിനോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇവൻ കള്ള വീഡിയോ ഉണ്ടാക്കി എൻ്റെ അടുത്ത് വന്ന് തന്നെ സച്ചിയേട്ടനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ, പുറത്ത് വല്ലയിടത്തും ആയിരുന്നെങ്കിൽ ഇവന് 2 അടി അടിക്കാൻ ഞാൻ തന്നെ സച്ചിയേട്ടനോട് പറഞ്ഞാനിരുന്നെന്ന് പറയുമ്പോൾ സച്ചി പറയും അതിനെന്താ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് നേരെ ആൻ്റണീൻ്റെ അടുത്ത് പോയിട്ട് നല്ല ഇടി കൊടുക്കുവാണേ. കുറേ തല്ലുന്നുണ്ട് ആൻ്റണിയെ. ലാസ്റ്റ് പോലീസുകാരൊക്കെ വന്ന് 2 പേരെയും പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയും സച്ചി എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞാൽ അതിന് പോലീസ് സ്റ്റേഷനിലിട്ടാണോ തല്ലുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ സച്ചി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞ് പോലീസുകാർ ഇവരെ പറഞ്ഞ് പുറത്തോട്ട് വിടുവാണേ. രേവതിക്ക് എന്തായാലും സന്തോഷമായി ആൻ്റണിക്കിട്ട് 2 പൊട്ടിക്കൽ സച്ചി ചെയ്തപ്പോഴേക്കും. ഇവരിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോഴേക്കും സ്റ്റേഷൻ്റെ പുറത്ത് നമ്മുടെ ശരത്ത് ഇങ്ങനെ നിപ്പുണ്ടാവേ. അപ്പോൾ തന്നെ രേവതി വിളിക്കും ശരത്തിനെ, ശരത്തെ ഇങ്ങോട്ട് വാടാ, നീ എന്താടാ ഇവിടെ, ആ ആൻ്റണിയെ കാണാൻ വേണ്ടി വന്നതാണോ, അവൻ എന്താ ചെയ്തതെന്ന് നീ കണ്ടതല്ലേ, സച്ചേട്ടൻ എന്തൊരു അപമാനം അവൻ മേടിച്ചു തന്നത്, കള്ള വീഡിയോ ഉണ്ടാക്കി നെറ്റിലിട്ടു, നീയും കൂടി അത് കണ്ടതല്ലേടാ, എന്നിട്ടും വീണ്ടും വന്നിരിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എടാ നീ ഇത് പഠിക്കുന്ന പ്രായമല്ലേ, വെറുതെ ഈ പ്രായത്തിൽ ഇവരായിട്ടൊക്കെ കറങ്ങി നടന്ന് നിൻ്റെ ഫ്യൂച്ചർ കളയല്ലേ, മര്യാദക്ക് പഠിച്ചൊരു ജോലി നേടാൻ നോക്ക്, അല്ലെങ്കിൽ നിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇനി നീ ആൻ്റണിയുടെ കൂടെ എങ്ങാനും നടക്കുന്നത് ഞാൻ അറിഞ്ഞാൽ സച്ചേട്ടനോട് പറഞ്ഞ് നിൻ്റെ മറ്റേ കൈ കൂടി ഞാൻ ഒടിപ്പിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വാ രേവതി നമുക്ക് പോകാം, ഇതൊക്കെ കണ്ട് അവനെ ബുദ്ധി വെക്കണമെങ്കിൽ വെക്കട്ടെ, അല്ലാണ്ട് നമുക്ക് പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിലോട്ട് പോകുവാണ് എല്ലാവരും കൂടി. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ്. രവീന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുവാണ്, ചന്ദ്രേ ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും, എന്താ ഈ വീട്ടിൽ നിനക്ക് മാത്രം ഒച്ച വെക്കാൻ പാടുള്ളൂ, എവിടെ എല്ലാവരെയും വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെയും ശ്രുതിയെയും വർഷയൊക്കെ വിളിക്കുവാണ്. എല്ലാവരും ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറയുമ്പോഴേക്കും സുധി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എന്തിനാ ഈ കിടന്ന് ഒച്ച എടുക്കുന്നേ, ഞാനേ ഒരു മണ്ടനായിപ്പോയി, നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളൊക്കെ പറയുന്നത് വിശ്വസിച്ച് ഞാനും മണ്ടനായി, ഒരു നല്ലവനെ ഞാനും കൂടി ചേർന്ന് കുറ്റക്കാരനാക്കി എന്നൊക്കെ രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ പറഞ്ഞിട്ട്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം അങ്കിളെ തെളിച്ച് പറയാമെന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്മുടെ സുധിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുവാണ്, എടാ ഇതിലെ വീഡിയോസ് നീ ആ TV-യിൽ പ്ലേ ചെയ്യുമെന്ന് പറയുവാണ് രവീന്ദ്രൻ. എന്നിട്ട് സുധി ആ സച്ചിയുടെ വീഡിയോ TV-യിൽ പ്ലേ ചെയ്യുവാണേ. ഒറിജിനൽ വീഡിയോ കണ്ട് എല്ലാവരും ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. ശ്രുതി അപ്പം ആൻ്റണിയെ കാണുമ്പോഴേക്കും വിചാരിക്കുന്നുണ്ട്, ഇത് ഞാൻ പലിശക്ക് വാങ്ങിയ ആൻ്റണിയല്ലേ, ഈ ആൻ്റണിക്ക് എന്താ സച്ചിയോട് ഇത്ര ദേഷ്യം എന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഇങ്ങനെ സച്ചിയുടെ ഇമോഷണൽ വാക്കൊക്കെ കേട്ട് ഇങ്ങനെ നെട്ടി നിൽക്കുവാണ്. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അങ്കിളി സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, അവൻ ഇന്നേ വരെ എന്നോടൊരു കള്ളം പോലും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇന്നാൾ അത്രയും അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അവനെ വിശ്വസിച്ചിട്ടില്ല, എല്ലാം എൻ്റെ തെറ്റാണ്, ഞാനും ആ വീഡിയോ വിശ്വസിച്ചു പോയി എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അച്ഛാ ഇത് ചിലപ്പോൾ ഇനി സച്ചിയും സച്ചിയുടെ കൂട്ടുകാരും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുത്ത കള്ള വീഡിയോ ആണെങ്കിലോ, നമ്മളെല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ സുധി ചോദിക്കുവാണ്. സുധിക്ക് അപ്പോഴും സംശയമാണ്. അപ്പോൾ ചന്ദ്രയും സുധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ്, ഇത് കള്ള വീഡിയോ കണ്ടാൽ തന്നെ അറിയില്ലേ, ഇതൊക്കെ അവർ ചേർന്ന് ഒപ്പിച്ച പണിയാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്, അമ്മയും മോനും എങ്ങനെ ഒരേപോലെ ചിന്തിക്കുന്നു എന്ന് നോക്കിക്കേ, അവൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു വാക്ക് പോലും എതിർത്ത് പറഞ്ഞില്ല, അത് സത്യമാണെന്ന് വിശ്വസിച്ചു, പക്ഷേ അതൊരു കള്ള വീഡിയോ ആണെന്ന് അവൻ പ്രൂഫും കൊണ്ടുവന്ന് പറഞ്ഞിട്ടും നിങ്ങളത് വിശ്വസിക്കുന്നില്ല. ഒരാളെ കുറ്റക്കാരനാക്കി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്നതെല്ലാം കുറ്റമായിട്ടേ തോന്നുള്ളൂ എന്ന് രവീന്ദ്രൻ ഇവരെ ചീത്ത പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അങ്കിള് പറഞ്ഞതൊക്കെ ശരിയാ അങ്കിളെ, ഒരു ദിവസം നെറ്റിൽ എന്തോരം വീഡിയോസ് വരുന്നുണ്ടെന്നോ, അതിൻ്റെ ഒന്നും സത്യാവസ്ഥ അറിയാതെ പലരും ആ വീഡിയോയ്ക്ക് വിശ്വസിച്ച് പോവുക. ഇപ്പോൾ ഈ സച്ചിയുടെ വീഡിയോ തന്നെ അതിനൊരു ഉദാഹരണമാണെന്ന് വർഷ പറയുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയും, എല്ലാവരെയും പോലെ ഞാനും എൻ്റെ മോനെ അവിശ്വസിച്ചു, എൻ്റെ മോൻ്റെ ഞാൻ വിശ്വസിച്ചില്ല, എൻ്റെ തെറ്റായല്ല. ചന്ദ്രേ ഇപ്പോൾ തന്നെ പോയി നീ ആരതി എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ആരതിയോ എന്തിന്? പറയും, ഞാൻ പറയുന്നത് ചെയ്താൽ മതി, നീ പോയി ആരതി എടുത്തോണ്ട് വാ. അവർക്കാണോ? അവരെന്താ യുദ്ധം ജയിച്ചു വരുവാണോ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, യുദ്ധമൊന്നും അല്ലെങ്കിലും ഒരു ഭർത്താവിന് വേണ്ടി ഒറ്റക്ക് പോരാടി അവൻ നിരപരാധിയാണെന്ന് തെളിയിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മരുമകൾ, അവരെ ആരതി ഒഴിഞ്ഞ് തന്നെ സ്വീകരിക്കണം, നീ പോയി കൊണ്ടുപോവാ. അപ്പോൾ ചന്ദ്ര
പറയും എനിക്കൊന്നും പറ്റില്ല, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയല്ല, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുവാണ്, പോയി എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ് ചന്ദ്രയെ വിടുവാണ് ആരതി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ സച്ചിയും രേവതിയും ശ്രീകാന്തും കൂടി വരുവാണ് വീട്ടിലോട്ട്. പിന്നീട് അവർ രണ്ടുപേരും ഇങ്ങനെ സങ്കടത്തോടെ നോക്കിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.